എത്യോപ്യയിൽ, നോർത്ത് ഈസ്റ്റേൺ എത്യോപ്യയിൽ ഒരു അഗ്നിപർവ്വതം, വോൾക്കാനിക് ഇറപ്ഷൻ നടന്നു. അതും ഹെയ്ലി ഗബി എന്ന് പറയുന്ന ഒരു വോൾക്കാനോ ആണ് ഇപ്രാവശ്യം എറപ്റ്റ് ചെയ്തിരിക്കുന്നത്. 12,000 വർഷത്തിന് ശേഷമാണ് ഈ ഒരു അഗ്നിപർവ്വതം ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്. പക്ഷേ സാധാരണഗതിയിൽ അഗ്നിപർവ്വതമൊക്കെ ഇങ്ങനെ വലിയൊരു വിസ്ഫോടനമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അതിനുശേഷം മാഗ്മ, ലാവ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ വരും. പക്ഷെ ഇപ്രാവശ്യം അതൊന്നും വന്നില്ല. ഒരുപാട് ആഷ് പ്ലൂം എന്നാണ് പറയുന്നത്, ഗ്യാസുകൾ ആകാശത്തേക്ക് പോയി. ആൻഡ് ഏറ്റവും ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എത്യോപ്യയിൽ ഒരു വലിയ വോൾക്കാനിക് ഇറപ്ഷൻ നടന്നു കഴിയുമ്പോൾ ഡൽഹിയിൽ പൊല്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് വാർത്തകൾ വരുന്നു. ഡൽഹി ആകെ പാനിക്കാണ്. അതെങ്ങനെയാണ്? നിങ്ങൾ ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും, എത്യോപ്യയിൽ നടന്ന ഒരു വോൾക്കാനിക് ഇറപ്ഷനിൽ ഇന്ത്യക്ക് എന്താണ് പങ്ക്, അല്ലെങ്കിൽ ഡൽഹി എന്തിനാണ് ഇത്രയും കൺസേൺ ആവുന്നതെന്ന് ചോദിച്ചാൽ അതിനകത്ത് കുറച്ച് ജോഗ്രഫി ഉണ്ട്. ഡെഫിനറ്റ്ലി നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ എന്തുകൊണ്ടാണ് ഈ ഹെയ്ലി ഗബി എന്ന് പറയുന്ന വോൾക്കാനോ എന്തുകൊണ്ട് അത് എറപ്റ്റ് ചെയ്തു, എന്താണ് ഇതിൻ്റെ ജോഗ്രഫി, എന്തുകൊണ്ടാണ് ഇത് ഏകദേശം 45,000 അടി മുകളിലേക്ക് 14 കിലോമീറ്ററോളം ഇതിൻ്റെ ഗ്യാസ്, ഈ പറയുന്ന ആഷും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്യാസ് വോൾക്കാനോ നിന്ന് ആകാശത്തേക്ക് പോയി അവിടെ നിന്ന് അറേബ്യൻ പെനിൻസുല, യമൻ, ഒമാൻ, പാകിസ്ഥാൻ, ഡൽഹി റീജിയൻസിലേക്ക് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ടായിരിക്കും എന്ന് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. ഐ എം അർജുൻ ആർ ശങ്കർ. യു ആർ ലിസ്ണിംഗ് ടു IAS ഫാക്ടേഴ്സ് കോണ്ടെക്സ്റ്റ്. ആദ്യം തന്നെ ഈ വോൾക്കാനോനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഈ ഹെയ്ലി ഗബി എന്ന് പറയുന്ന വോൾക്കാനോ എത്യോപ്യയിൽ തന്നെ അഫാർ റീജൻ എന്ന് പറഞ്ഞൊരു റീജനിലാണ്. ഈ അഫാർ റീജൻ തന്നെ ഒരു വോൾക്കാനിക് ടെക്ടോണിക് ഏരിയയാണ്. അപ്പോൾ ഒരുപാട് എർത്ത് ക്വേക്സിനൊക്കെ സാധ്യതയുള്ള, ഭൂമികുലുക്കത്തിനൊക്കെ സാധ്യതയുള്ള ഒരു ഏരിയ തന്നെയാണ്. ഏകദേശം എത്യോപ്യയുടെ ക്യാപിറ്റലായ ആഡിസ് അബാബയിൽ നിന്നും 800 കിലോമീറ്റർ എറിട്രിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അടുത്തും ഒരു ബോർഡർ ഉണ്ട് ഇതിന്. അപ്പോൾ ഈ ഒരു ഏരിയ വളരെ ആക്റ്റീവായിട്ടൊരു സോൺ തന്നെയാണ്. അപ്പോൾ 12,000 വർഷത്തിന് ശേഷം ഇതൊരു എർത്ത് ക്വേക്ക് അല്ലെങ്കിൽ ഒരു വോൾക്കാനിക് ഇറപ്ഷൻ നടക്കുക എന്ന് പറയുന്നതും നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ വോൾക്കാനോസിന് പല ടൈപ്പ് ഉണ്ടെന്നൊക്കെ നമ്മൾ ഇത് ബേസിക്കലി കുറേ ജോഗ്രഫി ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ജോഗ്രഫി തന്നെ നമ്മൾ പല ടൈപ്പ് ഓഫ് വോൾക്കാനോ പഠിക്കും. ഡോർമെൻറ്റ് വോൾക്കാനോ, ആക്റ്റീവ് ആയിട്ടുള്ള വോൾക്കാനോ. ഇത് ഹെയ്ലി ഗബി എന്ന് പറയുന്ന വോൾക്കാനോ ഒരു ഷീൽഡ് വോൾക്കാനോ ആണ്. അതിന് ഫിഷർ വെൻറ്റൊക്കെ ഉള്ള ഒരു ഷീൽഡ് വോൾക്കാനോ ആണ്. അപ്പോൾ ഈ വോൾക്കാനോ പെട്ടെന്ന് ഇറപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ലാവ, മാഗ്മ ഒന്നും വന്നില്ല, പക്ഷേ ഗ്യാസ് ആണ്, ഇതിൻ്റെ വോൾക്കാനിക് ആഷ് ആണ് ഏറ്റവും കൂടുതൽ മുകളിൽ പോയത്. ഒരുപാട് ഗ്യാസ് റിലീസ് ചെയ്തു. ഈ ആഷ് എന്ന് പറയുമ്പോൾ അതൊരു സ്മോക്ക് പോലെ മാത്രമല്ല, അതൊരു ക്രഷ്ഡ് വോൾക്കാനിക് റോക്കാണ്. പിന്നെ ഒരുപാട് ഗ്യാസസ് ഉണ്ട്. സൾഫർ ഡൈ ഓക്സൈഡ്, അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, ഒരുപാട് അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ ക്ലോറൈഡ്, ഹൈഡ്രജൻ ഫ്ലൂറൈഡ്. ഈ സൾഫർ ഡൈ ഓക്സൈഡ് ഒക്കെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഗ്യാസാണ്. ഇത് പതുക്കെ ഗ്രൗണ്ടിലല്ല, ഇതിങ്ങനെ മുകളിലേക്ക് പോയി ഏകദേശം നമ്മൾ അറ്റ്മോസ്ഫിയർ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് പിന്നെയും നമ്മൾ ജോഗ്രഫിയിൽ പഠിക്കും. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, എക്സോസ്ഫിയർ എന്നൊക്കെ കുറേ സ്ഫിയേഴ്സ് നമ്മൾ പഠിക്കും. സോ ലോവർ അറ്റ്മോസ്ഫിയർ, അപ്പർ അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറയുന്ന നമ്മുടെ ട്രോപ്പോസ്ഫിയറിലല്ല, ഇത് സ്ട്രാറ്റോസ്ഫിയറിലേക്കാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. അതായത് 10 മുതൽ 20 കിലോമീറ്റർ മുകളിലേക്ക് പോകുമ്പോൾ ഏകദേശം 45,000 അടി, 14 കിലോമീറ്ററോളം ഇത് മുകളിലേക്ക് പോകും. അതുകൊണ്ടാണ് ഈ ഒരു എപ്പോഴും ഒരു വോൾക്കാനിക് ഇറപ്ഷൻ നടന്നു കഴിയുമ്പോൾ പ്ലെയിനുകളെല്ലാം, വിമാന സർവീസുകളെല്ലാം പെട്ടെന്ന് റദ്ദാക്കാനുള്ള പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഈ സൾഫർ ഡൈ ഓക്സൈഡ് പോലത്തെ ഗ്യാസുകൾ വരുന്ന സമയത്ത് വിമാനത്തിൻ്റെ വിസിബിലിറ്റി കുറയും. ഇത് അതിൻ്റെ ടർബൈനിലും ബ്ലേഡ്സിലൊക്കെ വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗ്യാസ് ഇങ്ങനെ, അല്ലെങ്കിൽ ഈ ആഷ് ഇങ്ങനെ ആകാശത്തൂടെ മൂവ് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് സ്ട്രാറ്റോസ്ഫിയറിൽ മൂവ് ചെയ്യുമ്പോൾ വിമാനങ്ങൾക്ക് അത് വലിയൊരു ഡേഞ്ചറസ് സിറ്റുവേഷനാണ്. അതുകൊണ്ടാണ് പല വിമാന സർവീസുകളും ഇങ്ങനെ ഒരു വോൾക്കാനിക് ഇറപ്ഷൻ വരുമ്പോൾ ക്യാൻസൽ ചെയ്യപ്പെടുന്നത്. ഇനി ഈ ഒരു ഹൈറ്റിൽ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ഈ ഒരു ഹൈറ്റിൽ കാറ്റ് അതിവേഗതയാണ്, ഇതിന് ഭയങ്കര സ്പീഡാണ് ഈ കാറ്റിന്. അപ്പോൾ ഇവിടുത്തെ ഈ വിൻഡ് സ്പീഡ് വളരെ കൂടുതലായതുകൊണ്ട് ഇവിടുത്തെ ഏതൊരു പാർട്ടിക്കിളിനെയും, പ്രത്യേകിച്ച് വോൾക്കാനിക് ഇറപ്ഷന് ശേഷം വന്ന പാർട്ടിക്കിൾസിനെയും കോണ്ടിനെൻസോളം ദൂരം ഇതിനെ ട്രാവൽ ചെയ്യിപ്പിക്കാനുള്ള സ്പീഡ് വിൻസിനുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇവിടെ ഒരു വോൾക്കാനിക് ഇറപ്ഷൻ നടന്ന് ഡൽഹി എഫക്റ്റഡ് ആവാൻ കാരണം എന്നുള്ളതിൻ്റെ ഒരു ജോഗ്രഫിയും കൂടെ മനസ്സിലാക്കാം. എത്യോപ്യയുടെ മുകളിൽ, ജോഗ്രഫിക്കലി പറയുകയാണെങ്കിൽ എത്യോപ്യയുടെ മുകളിൽ ഒരു സ്ട്രോങ് സർക്കുലേഷൻ ഉണ്ട്, നമ്മൾ ജെറ്റ് സ്ട്രീം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു സബ് ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീം ഉണ്ട്. ഈ ജെറ്റ് സ്ട്രീം മൂവ് ചെയ്യും.
അതായത് ഇതിന് സ്ഥിരം മൂവ് ചെയ്യുന്ന റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കയിൽ നിന്നും അത് അറേബ്യൻ പെനിൻസുലയിലേക്ക് പോകും, അറേബ്യൻ പെനിൻസുലയിൽ നിന്ന് അത് പാകിസ്ഥാൻ്റെ ഡയറക്ഷനിലേക്ക് പോകും, പിന്നീട് അവിടെ നിന്ന് ഇന്ത്യ, നോർത്തേൺ ഇന്ത്യയിലേക്ക് കടക്കും. ഇതാണ് ആ ഒരു സബ് ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീമിൻ്റെ ഒരു ഡിറക്ഷൻ. സോ ഇവിടെ ആകാശത്ത് 14 കിലോമീറ്ററിൻ്റെ മുകളിൽ തന്നെ വോൾക്കാനിക് ആഷ് ഉള്ളതുകൊണ്ട് തന്നെ ഈ വോൾക്കാനിക് ആഷ് മൂവ് ചെയ്യുന്നതും ഈ ഡയറക്ഷനിൽ തന്നെയാണ്. റെഡ് സീയിൽ നിന്നും സൗദി അറേബ്യയിലേക്ക് കടക്കും, സൗദി അറേബ്യയിൽ നിന്നും ഇറാഖിലേക്ക്, അവിടെ നിന്നും ഇറാനിലേക്ക്, ഇറാനിൽ നിന്നും പാകിസ്ഥാനിലേക്ക്, പാകിസ്ഥാനിൽ നിന്നും ഡൽഹി റീജിയനിലേക്കാണ് ഇത് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ സ്ട്രോങ് സർക്കുലേഷൻ കൊണ്ടാണ്, ഇതിൻ്റെ സ്പീഡ് കൊണ്ടാണ് ഇത് പതുക്കെ ഇവിടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആഫ്രിക്കയിൽ പലപ്പോഴും ഡസ്റ്റ് സ്റ്റോംസ് ഉണ്ടാവും. ഈ പല ഡസ്റ്റ് സ്റ്റോംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആഫ്രിക്കയിൽ ഉണ്ടാവുന്ന ഡസ്റ്റ് സ്റ്റോംസിന് ഇവിടെ ഡൽഹിയിൽ ഇതിന് ഇമ്പാക്റ്റ് ഉണ്ടാവാനുള്ള കാരണം ഈ സബ് ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീം തന്നെയാണ്. അത്ര സ്പീഡിൽ ഇതിവിടെ എത്തും. ഇത് എഗെയിൻ വിമാനങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇതിന് വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, വിമാനങ്ങൾ ഏകദേശം ഈ ഒരു ഓൾട്ടിറ്റ്യൂഡിൽ പറക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇതിൻ്റെ എഞ്ചിനിലൊക്കെ ഈ വോൾക്കാനിക് ആഷ് ഒന്ന് മെൽറ്റ് ചെയ്ത പ്രശ്നമാണ്. നേരത്തെ ഞാൻ ടർബൈൻ ബ്ലേഡ് ചീത്തയാവുമെന്ന് പറഞ്ഞു, എയർക്രാഫ്റ്റിൻ്റെ സെൻസേഴ്സ് എല്ലാം ചീത്തയാവും, മൊത്തത്തിൽ ഹേസി വിസിബിലിറ്റി ഭയങ്കര ഹേസി ആണെന്ന് പറയുന്ന വിസിബിലിറ്റി കുറയും, പിന്നെ എയർക്രാഫ്റ്റിൻ്റെ റഡാറിൻ്റെ റിലയബിലിറ്റി കുറഞ്ഞു കിട്ടും. അതുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷനിൽ പറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി മാറുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഡൽഹിയിൽ എത്തുന്നത്. ഇനി ഡൽഹിയിൽ എത്തിയതുകൊണ്ട് മാത്രം ഡൽഹി എങ്ങനെ എഫക്റ്റ് ആവുന്നു, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഡൽഹിനെ എഫക്റ്റ് ചെയ്യുന്നത്, ശരിക്കും നമുക്ക് ഡൽഹിയിൽ ഒരു ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടോ എന്നൊക്കെ നമുക്കിനി മനസ്സിലാക്കാം. ഡൽഹി വിന്റർ സമയത്ത് നമുക്കും ഒരു സബ് ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീം ഉണ്ട്, നമ്മുടെ സബ് ട്രോപ്പിക്കൽ വെസ്റ്റർലി ജെറ്റ് സ്ട്രീം ഉണ്ട്. ഇത് ഏകദേശം ഡൽഹിയുടെയും പാകിസ്ഥാൻ്റെയും മുകളിൽ ഓൾമോസ്റ്റ് 10 to 14 കിലോമീറ്റേഴ്സ് ആകാശത്ത് തന്നെ, മുകളിൽ തന്നെയാണ് ഇതിരിക്കുന്നത്. എക്സാക്ട്ലി ഈ വോൾക്കാനിക് ആഷ് വരുന്നതും ഈ ഒരു ഹൈറ്റ് തന്നെയാണ്. അപ്പോൾ ഓൾറെഡി ഡൽഹി ഇതിൻ്റെ ഈ ഒരു ജെറ്റ് സ്ട്രീമിൻ്റെ പാത്തുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊസിഷൻ ഉണ്ട്. ഇതിൻ്റെ കോറിലാണ് ഡൽഹി ഇരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് വിൻ്റർ സമയത്ത് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 25 ഡിഗ്രി നോർത്ത് ടു 35 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിലാണ് ഇതിൻ്റെ ഒരു പൊസിഷൻ ഇരിക്കുന്നത്. ഡൽഹി എന്ന് പറയുന്നത് 25 ഡിഗ്രി നോർത്ത് ടു 35 ഡിഗ്രി നോർത്താണ് ലാറ്റിറ്റ്യൂഡിൽ. ഡൽഹി 28.6 ഡിഗ്രി നോർത്തിലാണ് ഇരിക്കുന്നത്. സോ എക്സാക്ട്ലി ഇതിൻ്റെ കോർ പാത്തിലാണ് ഡൽഹി ഇരിക്കുന്നത്. പക്ഷേ ഈ 24 ഡിഗ്രി നോർത്തിൻ്റെ സൗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റേറ്റ്സ് ലൈക്ക് പ്ലേസസ് ലൈക്ക് ബാംഗ്ലൂർ, ഹൈദരാബാദ്, മുംബൈ ഒക്കെ അത്ര എഫക്റ്റഡ് അല്ല. കാരണം ഇത് ഓൾറെഡി ഉള്ള കോറിൽ നിന്ന് ഒത്തിരി താഴെയാണ് നിൽക്കുന്നത്, അപ്പോൾ അത്ര എഫക്റ്റ് ആവില്ല. പക്ഷേ കോൽക്കട്ട, ഗുവാഹട്ടി പോലത്തെ സിറ്റീസ് ഉണ്ട്, ഇത് ഏകദേശം അതേ ലാറ്റിറ്റ്യൂഡായിരിക്കുന്നത്. പക്ഷേ ഡൽഹിയിൽ നിന്നും ഒത്തിരി ദൂരെയാണത്. അപ്പോൾ വോൾക്കാനിക് ആഷ് വന്നാൽ പോലും ഈ പറയുന്ന കൊൽക്കട്ട, ഗുവാഹട്ടിയിലേക്കൊക്കെ എത്തുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇമ്പാക്റ്റ് കുറഞ്ഞു വരും. അതുകൊണ്ട് അവിടെ വലിയ ഇമ്പാക്റ്റ് ഇല്ല. സോ ഇതിൻ്റെ പൊസിഷൻ അനുസരിച്ച് 28.6 ഡിഗ്രി നോർത്ത് ഡൽഹി ഈ പറയുന്ന ജെറ്റ് സ്ട്രീമിൻ്റെ കോർ പൊസിഷനിൽ ഇരിക്കുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഡൽഹിയിൽ വളരെയധികം ഇമ്പാക്റ്റ് മറ്റ് സ്ഥലങ്ങളെക്കാട്ടും കൂടാനുള്ള ഒരു വലിയ പൊസിഷൻ ഇതിൻ്റെ ലൊക്കേഷനാണ്. എത്യോപ്യയിൽ നിന്നും ഈ ഒരു വോൾക്കാനിക് ഇറപ്ഷൻ നടന്നു കഴിഞ്ഞാൽ അധിക നേരമൊന്നുമില്ല, 50 മുതൽ 60 മണിക്കൂർ വരെ ഡൽഹിയിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് വന്നു തുടങ്ങും എന്നാണ് പറയപ്പെടുന്നത്. ഇതാദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു വോൾക്കാനിക് ഇറപ്ഷൻ വന്നതിന് ശേഷം ഇന്ത്യ എഫക്റ്റ് ആയെന്ന് ചോദിച്ചാൽ 1980 മുമ്പേ തന്നെ പല ഇറപ്ഷൻസ്, ഇപ്പോൾ ഐസ്ലൻഡ് എവിടെ സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് ആലോചിക്കാവുന്നുള്ളൂ. ഐസ്ലൻഡിൽ നടന്ന ഒരു ഇറപ്ഷൻ പോലും ഇന്ത്യനെ ഭയങ്കരമായിട്ട്, ഇന്ത്യയുടെ ടെമ്പറേച്ചറിനെയും ഇന്ത്യയുടെ ക്ലൈമറ്റിനെയും എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ടോങ്കയിൽ നടന്ന ഒരു ഇറപ്ഷൻ, പിന്നീട് ഇന്തോനേഷ്യയിൽ നടന്ന മൾട്ടിപ്പിൾ ഇറപ്ഷൻ, ഫിലിപ്പീൻസിൽ നടന്ന ഇറപ്ഷൻസ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നടന്ന ആ അമേരിക്കൻ കോണ്ടിനെന്റിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളും ഡസ്റ്റ് സ്റ്റോംസിനൊക്കെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ മൺസൂണിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് അതിന് കാരണമുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു രീതി, ഇതുകൊണ്ടാണ്, ഈ ഒരു ജോഗ്രഫി കൊണ്ടാണ് നമുക്ക് ഇവിടെയൊക്കെ നടക്കുന്ന സംഭവങ്ങൾ ഇന്ത്യയിൽ വളരെയധികം എഫക്റ്റ് ചെയ്യുന്നത്. ഡൽഹിയുടെ അറ്റ്മോസ്ഫിയറിൽ ഈ വോൾക്കാനിക് ഇറപ്ഷൻ ഇമ്പാക്റ്റ് വരുമ്പോൾ നമുക്ക് സാധാരണ ആൾക്കാർക്ക് ഗ്രൗണ്ടിൽ നമ്മൾ സാധാരണ ലെവലിലെ ആഷ് ഒന്നും നമ്മൾ ബ്രീത്ത് ചെയ്യാൻ പോകുന്നില്ല. കാരണം ഇത് നമ്മുടെ ഗ്രൗണ്ട് ലെവലിലല്ലല്ലോ ഇത് എഫക്റ്റ് ആവുന്നത്. ഇത് ശരിക്കും ഹൈ ആൾട്ടിറ്റ്യൂഡ് അല്ലേ, 14-15 കിലോമീറ്റേഴ്സിന് മുകളിലാണ് ഇതിൻ്റെ റിയൽ ഇമ്പാക്റ്റ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇൻഡയറക്റ്റ് ആണ് ഡൽഹിയിലെ ആൾക്കാർക്ക് ഇതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സൺലൈറ്റ്, വരുന്ന സൺലൈറ്റ് എല്ലാം ബ്ലോക്ക്ഡ് ആവും. കാരണം ഇത് ഒരു ബ്ലോക്ക് ലെവൽ ഡിഫ്യൂസ്ഡ് സൺലൈറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്കൈ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹേസി എന്ന് വിളിക്കുന്ന ഡൽഹിയുടെ സ്കൈസ് വിൽ ലുക്ക് ലൈക്ക് എ ബ്രൗൺ ഡേർട്ടി യെല്ലോ കളർ. ഒരു വൃത്തിയായിട്ട കളറിൽ ഇങ്ങനെ അത് നിൽക്കും, കാരണം സൺലൈറ്റ് ഡിഫ്യൂസ്ഡ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ടെമ്പറേച്ചർ ഇൻവേർഷൻ ഉണ്ടാവും. ടെമ്പറേച്ചർ അനോമലി എന്ന് പറയുന്നത്, ടെമ്പറേച്ചർ ഒരു ഇൻവേർഷൻ സംഭവിക്കുന്ന വെച്ചാൽ വിന്റർ സമയത്ത് രാത്രിയൊക്കെ നല്ല തണുപ്പാണ്. സോ ഗ്രൗണ്ട് ലെവൽ സർഫസിൽ നല്ല തണുപ്പായിരിക്കും. ഫ്യൂ മീറ്റേഴ്സ്, കുറച്ച് മീറ്റേഴ്സ് കുറച്ചുകൂടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ
വാം എയർ ആയിരിക്കും. സോ താഴെ നല്ല തണുപ്പും കുറച്ച് മുകളിൽ നല്ല വാം എയറും വന്നു കഴിയുമ്പോൾ ഇതൊരു ലിഡ് പോലെ ആക്ട് ചെയ്യും. ഇവിടുന്ന്, അതായത് താഴെ നിന്ന് പോകുന്ന കാറിൻ്റെ സ്മോക്ക്, ഇൻഡസ്ട്രിയൽ സ്മോക്ക്, പൊല്യൂഷൻ, ഗ്രൗണ്ടിൽ നിന്ന് പോകുന്ന എല്ലാം പോയി ഈ ലിഡ് ഇങ്ങനെ ട്രാപ്പ് ചെയ്യും. ഈ ലിഡ് ഇങ്ങനെ ട്രാപ്പ് ചെയ്യും തോറും പിന്നീട് അതിൻ്റെ ഇമ്പാക്റ്റാണ് നമുക്ക് താഴേക്ക് വരിക. കാരണം പൊല്യൂഷൻ ഭയങ്കര സിവിയർ ആവും. അപ്പോഴാണ് ടെമ്പറേച്ചർ ഇൻവേർഷൻ സംഭവിക്കുന്നത്. ഇതിൻ്റെ നമുക്ക് പിന്നീട് വരുന്ന സൺലൈറ്റ് മാറും, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് വന്നു തുടങ്ങും. ഇതുകൊണ്ടാണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് ഡയറക്റ്റ് അല്ല, പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഇമ്പാക്റ്റ് വരുന്നത്. ഇങ്ങനെ ഒരു ടെമ്പറേച്ചർ ഇൻവേർഷൻ വന്നു കഴിയുമ്പോൾ തന്നെ ഡൽഹിയിലത്തെ AQ എയർ ക്വാളിറ്റി ഇൻഡെക്സ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, വളരെ സിവിയർ കാറ്റഗറിയിലേക്കായിരിക്കും ഇത് പോവുക. ആൾക്കാർക്ക് റെസ്പിറേറ്ററി ഇഷ്യൂസ് വരും, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരും. എപ്പോഴും ഒരു സൺലൈറ്റ് ഡിഫ്യൂസ്ഡ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു മങ്ങിയ ഒരു ഫീൽ ആയിരിക്കും ഡൽഹിയിൽ കിട്ടുന്നുണ്ടാവുക. ഇറ്റ്സ് എ വെരി ഇറിറ്റൻറ്റ് ഫീൽ. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു മോശം ഫീൽ ആയിരിക്കും വരുന്നുണ്ടാവുക. പ്ലസ് ആകാശത്ത് അറ്റ്മോസ്ഫിയറിൽ നമുക്ക് നോക്കിക്കഴിയുമ്പോൾ പ്രത്യേകിച്ച് PM 2.5, പാർട്ടിക്കുലേറ്റ് മാറ്റർ 2.5, ഇതെല്ലാം കെമിക്കലി ഓർഗാനിക്കലി എയറിൽ ഉണ്ടായി തുടങ്ങും, വേറെ പൊല്യൂട്ടൻസിൻ്റെ സഹായമൊന്നും ഇല്ലാതെ തന്നെ. കാരണം ഓൾറെഡി ഡൽഹിയുടെ അറ്റ്മോസ്ഫിയറിൽ പൊല്യൂട്ടൻസ് ഉണ്ട്, നൈട്രേറ്റ്സ് ഉണ്ട്, സൾഫേറ്റ്സ് ഉണ്ട്, ബ്ലാക്ക് കാർബൺ ഉണ്ട്. ഇവിടെ നിന്ന് വന്ന വോൾക്കാനിക് ആഷ് ഇതും കൂടെയൊക്കെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കൂടുതൽ റെസ്പിറേറ്ററി പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന മാത്രമല്ല, പാർട്ടിക്കുലേറ്റ് മാറ്റർ 2.5 തനിയെ ഉണ്ടാവുന്ന മാത്രമല്ല, പ്രത്യേകിച്ച് സെക്കൻഡറി എയറോസോൾ ഫോർമേഷൻസ് ഉണ്ടാവും. മൊത്തത്തിൽ പൊല്യൂഷൻ ഭയങ്കര കൂടുന്നു മാത്രമല്ല, ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും അവിടുത്തെ ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉള്ളവർക്കൊക്കെ ഹെവി ഡിഫിക്കൽട്ടീസ് ആയിരിക്കും. ഇതെല്ലാത്തിൻ്റെ ഒരു മിക്സ് കൊണ്ടാണ് ഡൽഹിയിൽ ഇത്ര ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് പറയാൻ കാരണം. എത്യോപ്യയിൽ നിന്നും വന്ന ഒരു വോൾക്കാനിക് എറപ്ഷൻ അല്ലെങ്കിൽ പിന്നീട് ഒരു ചെറിയ ഡസ്റ്റോ വന്നാൽ പോലും ഇത്രയൊക്കെ ഇന്ത്യയൊക്കെ എഫക്റ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള കാരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി എത്യോപ്യയുടെ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾ, എത്യോപ്യ, എറിട്രിയ, ഡിജിബൂട്ടി, പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ സൗദി അറേബ്യ, UAE, ഒമാൻ, യമൻ, പാകിസ്ഥാൻ, ഇന്ത്യ, നേപ്പാൾ, സൊമാലിയ, ഇവിടെയുള്ള ആ ഒരു റീജിയനിലുള്ള എല്ലാം ഹൈ ഇമ്പാക്റ്റ് ഏരിയാസ് ആണ്. അവിടുത്തെ എല്ലാ സ്ഥലങ്ങളിലും ഈ പൊല്യൂഷൻ്റെ ഇമ്പാക്റ്റ് ഉറപ്പായിട്ടുണ്ടാവും. ഈ വോൾക്കാനിക് എറപ്ഷൻസിൻ്റെ ഇമ്പാക്റ്റ് ശരിക്കും ഈ ആഷൊക്കെ വന്ന് കാറിലൊക്കെ അവിടുത്തെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം എയറിൽ മൊത്തം സ്പ്രെഡായി അവിടുത്തെ വീടുകളിലും അവിടുത്തെ കാറുകളിലൊക്കെ വന്ന് ഹിറ്റ് ചെയ്യും. കുറച്ചു കാലം മുന്നേ മൗണ്ട് ഫ്യൂജി, ജപ്പാനിലെ മൗണ്ട് ഫ്യൂജി എറപ്റ്റ് ചെയ്താൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള ഒരു വീഡിയോ ജാപ്പനീസ് ഗവൺമെൻറ് പുറത്തു വിട്ടിരുന്നു. ആൾക്കാരുടെ ബുദ്ധിമുട്ടുകളൊക്കെ എന്തായിരിക്കും ആൾക്കാർക്ക് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് അവിടെ കാണിച്ചിരുന്നു. അപ്പോൾ ശരിക്കും വോൾക്കാനിക് എറപ്ഷൻസ് അങ്ങനെ എപ്പോഴും നടക്കുന്ന ഒരു സംഭവം അല്ലെങ്കിൽ പോലും വലിയൊരു ഡിവാസ്റ്റേഷൻ കപ്പാസിറ്റി ഉള്ളതാണ് ഒരു വോൾക്കാനിക് എറപ്ഷൻ. സോ അടുത്തൊരു ടോപ്പിക്കുമായി കോണ്ടെക്സ്റ്റിൽ കാണാം. ദിസ് ഇസ് അർജുൻ ആർ ശങ്കർ ഫോർ IAS Factor.